നമസ്കാരം. ഞാൻ ഡോക്ടർ സോഫിയ സലീം, പട്ടം എസ്.യു.ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ്. ഞാനിന്ന് ആസ്മ ഡേയോടനുബന്ധിച്ചിട്ട് ഒരു ചെറിയ ടോക്കാണ് തരാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ടുള്ള ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് ആസ്മ. നമ്മുടെ ആകമാനമുള്ള പ്രിവലൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2.5 മില്യണിലധികം ആൾക്കാർക്ക് ആസ്മ രോഗമുണ്ട്. അതിൽ നമുക്ക് ആസ്മ രോഗം ഒരു മരണകാരണമേ അല്ല. അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ആസ്മ കൺട്രോളിൽ കൊണ്ടുപോകാവുന്ന ഒരു അസുഖമാണെന്നിരിക്കെ ആസ്മ കൊണ്ടുള്ള മരണനിരക്ക് ഒരു 450,000 മരണം ഓരോ ദിവസവും നടക്കുന്നത് ലോകമെമ്പാടുമുള്ള കണക്കാണ്. അപ്പം ഈ ഒരു പ്രിവെൻറ്റബിൾ ഡെത്താണ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണമെന്ന് ഉള്ള ഈ ഒരു അവബോധം നൽകാനാണ് നമ്മൾ വേൾഡ് ആസ്മ ഡേ ആചരിക്കുന്നത്. ഈ വരുന്ന മെയ് 7 ആസ്മ ഡേ ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ആസ്മ ഡേയുടെ മോട്ടോ എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ തീം ആസ്മ എഡ്യൂക്കേഷൻ എംപവേഴ്സ് എന്നാണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് ആസ്മ പറ്റിയുള്ള അറിവ്, ആസ്മ എന്താണെന്ന് ഉള്ള അറിവ് ആസ്മ രോഗികൾക്ക് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരിൽ ആസ്മ രോഗികൾക്ക് ആസ്മയെ പറ്റിയുള്ള അവബോധം നൽകുവാനും ആസ്മ രോഗികളെ കെയർ ചെയ്യുന്ന ആൾക്കാർ, അത് ബൈസ്റ്റാൻഡേഴ്സൊക്കെ ഒരു കെയർ ഗീവേഴ്സ് ആയിക്കോട്ടെ, പിന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും ആസ്മയെ പറ്റിയുള്ള ഒരു അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അവർ അവലംബിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ആസ്മയുടെ നമുക്ക് നല്ല രീതിയിലുള്ള ചികിത്സ എന്ന് വെച്ചാൽ ആസ്മ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ സാധാരണ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നല്ലതായിട്ട് കൊണ്ടുപോകാം. ആസ്മ രോഗിയുടെ ഇതിന് വേണ്ടിയിട്ട് ഉതകുന്ന മരുന്നുകൾ അവൈലബിൾ ആയിരിക്കെ നമുക്ക് ഇതിൻ്റെ ഒന്നും പ്രോപ്പറായിട്ടുള്ള ഉപയോഗം നടക്കുന്നില്ല. ഇത് ആസ്മ രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സായ നമ്മുടെ ശ്വാസനാളത്തിൽ നീർക്കെട്ട് തടയാനായിട്ടുള്ള ഡ്രഗ്സാണ് ആസ്മയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫലപ്രദമായ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് സ്റ്റിറോയിഡ് രൂപത്തിലുള്ള സ്റ്റീറോയിഡ്സ് ആണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ചെറിയ ഡോസിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കെ ഇതിനെ പറ്റിയുള്ള പലവിധ തെറ്റിദ്ധാരണകളും ലോകാകമാനം മനുഷ്യർക്കിടയിലുണ്ട്. ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസും ട്രീറ്റ് ചെയ്താൽ അതിനുള്ള ഗുണങ്ങളും നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ലങ് ഫങ്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നന്നായിരിക്കാം. ഈ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കുന്നതിൻ്റെ നല്ല വശങ്ങളും അതിൻ്റെ നമ്മൾ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ട്രിഗർ ഫാക്ടർ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക, സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ ഇതിനെ പറ്റിയൊക്കെ ഒരു അവബോധം നൽകാനായിട്ടാണ് നമ്മൾ വേൾഡ് ആസ്മ ഡേ മാറ്റിവെക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഫാർമ ഇൻഡസ്ട്രീസൊക്കെ അവർ വലിയ റോളുണ്ട്. ഓരോ ഡിസീസിൻ്റെ പുതിയ മരുന്ന് കൊണ്ടുവരുന്നതിലും അത് പ്രചരിപ്പിക്കുന്നതിലും. ആസ്മ സംബന്ധിച്ചിടത്തോളം ഇൻഹേലേഴ്സാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള ചികിത്സാ രീതിയിലുള്ള മരുന്നുകൾ. അപ്പം ഈ എല്ലാ രാജ്യങ്ങളും, നമുക്ക് വികസിത രാജ്യങ്ങളിലും പിന്നെ അതുപോലെ തന്നെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ഉണ്ട്. അങ്ങനെ എന്ന് വെച്ചാൽ പോവേർട്ടിയിൽ കിടക്കുന്ന അധികമായിട്ടുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ഈക്വലായിട്ട് ഈ ഡ്രഗ്സിൻ്റെ ഒക്കെ അവൈലബിലിറ്റിയും ഉറപ്പുവരുത്തുകയും വേണം. ഇതിൻ്റെ ഉപയോഗവും എന്ന് വെച്ചാൽ ഈ ആസ്മ മരണങ്ങൾ നോക്കിയാൽ
കൂടുതലും നമുക്ക് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലും പിന്നെ സമൂഹത്തിലും അണ്ടർ പ്രിവിലേജ് ആൾക്കാരിലുമാണ് അതിൻ്റെ മരണനിരക്ക് കൂടുന്നത്. അപ്പം ഈ അസമത്വം നമ്മൾ കാണിക്കുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും എത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇതിനും എല്ലാവർക്കും അവയർനെസ്സും എഡ്യൂക്കേഷനും ആവശ്യമാണ്. അതാണ് ഈ വർഷത്തെ ആസ്മ ദിനം മോട്ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു ആസ്മ ഡേ ആസ്മയെ പറ്റിയുള്ള അവബോധം വർദ്ധിപ്പിക്കാനും ആസ്മ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരിലും എത്തിക്കാനും നമുക്ക് ഉതകുന്നതായിരിക്കട്ടെ.